ഇടുക്കിയിലേക്കാണ് നമ്മളുടെ സായാഹ്ന യാത്ര. ഇപ്പോൾ ഇടുക്കിയിലേക്ക് മൂന്നാറിലേക്കൊക്കെ പോകാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. അവിടെ മഞ്ഞു മൂടിയ മലനിരകൾ കാണാൻ പോകുന്നവരുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ട് റിസോർട്ടുകളിൽ മാത്രം ഇരിക്കാൻ പോകുന്നവരുണ്ട്, കാഴ്ച കാണാൻ പോകുന്നവരുണ്ട്. ഒപ്പം ഇപ്പോൾ അവിടെ ഒരു വലിയ പ്രത്യേകത സ്പതോഡിയ മരങ്ങൾ പൂത്തു നിൽക്കുന്നതാണ്. കടും മഞ്ഞ നിറത്തിൽ, തീ നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ സീസൺ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ച കാണാൻ തന്നെ അവിടേക്ക് ആളുകളുടെ ഒഴുക്കാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഹൈ റേഞ്ചിലേക്ക് പോകാം. സ്പതോഡിയ മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ച കണ്ട് തിരിച്ചെത്താം. ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങൾക്ക് ഓരോ കാലത്തും ഓരോ നിറമാണ്. ജക്രാന്ത പൂക്കുമ്പോൾ വയലറ്റ് നിറവും, വിഷുക്കാലത്ത് മഞ്ഞ നിറവും, സ്പാത്തോഡിയയുടെ തീമഞ്ഞ നിറവും എന്നിങ്ങനെ വ്യത്യസ്ത നിറക്കാഴ്ചകൾ. ചുവപ്പും മഞ്ഞയും ഇടകലർന്ന നിറത്തിലാണ് സ്പാത്തോഡിയ പൂക്കുന്നത്. സൂര്യവെളിച്ചത്തിൽ തീപ്പൊരി പോലെ തോന്നിക്കുന്നതിനാൽ തീപ്പൂമരമെന്നും അറിയപ്പെടുന്നു. പൂക്കളുടെ വർണ്ണക്കാഴ്ച സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമാണ് നൽകുന്നത്. തേയിലക്കാടുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് പൂത്തു നിൽക്കുന്ന സ്പതോഡിയ മരങ്ങൾ. ഇതിന് ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറമുള്ള ഈ മരങ്ങൾ പൂക്കൾ നമുക്ക് കണ്ണിനെ വളരെ കുളിർമയേകുന്നതാണ്. സ്പതോഡിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പതോഡിയ എന്ന പേര് ഇതിന് വരാൻ കാരണം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്ന് സ്പാത്തോഡിയയെ ഹൈറേഞ്ചിലെത്തിച്ചത്. കായ്, വേര്, ശിഖരം എന്നിവയിൽ നിന്ന് മുളച്ചു വരുന്ന ഈ മരത്തിന് നിരവധി ഔഷധ ഗുണവുമുണ്ട്. ഡ്രംസ് പോലുള്ള വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാനും ഇതിന്റെ തടി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഹൈറേഞ്ചിൽ അഴക് വിരിച്ചു നിൽക്കുന്ന തണൽ മരങ്ങളാണ് സ്പാത്തോഡിയ. മൂന്നാറിൽ സീസൺ ആരംഭിക്കാനിരിക്കെ സ്പാത്തോഡിയയുടെ ഭംഗി ആസ്വദിക്കാൻ മാത്രമായി നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി.